ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ പ്രിവ്യൂ വീഡിയോയിൽ കണ്ടതുപോലെ എങ്ങനെയാണ് ട്രെൻഡിങ് ഫ്ലാഷ് ഫോട്ടോ സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് അലൈറ്റ് മോഷൻ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. അതിന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് റെസൊല്യൂഷൻ 1080 2340 തിരഞ്ഞെടുക്കാം. ഫ്രെയിം റേറ്റ് 30 FPS അല്ലെങ്കിൽ 60 FPS തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് ആദ്യമേ ഒരു ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇമേജ് ആൻഡ് വീഡിയോസിൽ പോയി ഒരു ഫോട്ടോ ചൂസ് ചെയ്യാം. അതിനുശേഷം ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് അതിൽ ഫിൽ സ്ക്രീൻ കൊടുക്കാം. ഫസ്റ്റ് ബീറ്റ് അവസാനിക്കുന്നത് വരെയാണ് നമുക്ക് ആദ്യത്തെ ഫോട്ടോ സെക്ഷൻ വെക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് അവസാന ഭാഗത്തെ കീയിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു ഫോട്ടോ കൂടി ആഡ് ചെയ്യാം. അതിനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് ആൻഡ് വീഡിയോസിൽ പോയി അടുത്ത ഫോട്ടോ ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം റൈറ്റ് ടോപ്പിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അതിനുശേഷം ഏത് ഭാഗത്താണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അത് അവിടെ നിന്ന് വലത്തോട്ട് കട്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്തൊരു ഡയലോഗാണ്. ദിലീപേട്ടൻ്റെ ഒരു ഡയലോഗ് വരുന്നുണ്ട്. ആ ഡയലോഗ് വരുന്ന ഭാഗത്ത് വരെയാണ് നമുക്ക് ആദ്യ സെക്ഷൻ ഫോട്ടോ ആഡ് ചെയ്യേണ്ടത്. അത് ആ ഡയലോഗ് ഭാഗം ഒന്നെങ്കിൽ നമുക്കത് ഒഴിവാക്കാം, ബ്ലാങ്ക് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ പകരം എന്തെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ശേഷം അടുത്ത ബീറ്റ് വരുന്ന സോങ്ങിൻ്റെ ബീറ്റ് വരുന്ന ആ തുടക്കത്തിൽ തന്നെ അടുത്ത ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഒരു വിജയുടെ ഫോട്ടോ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഫോട്ടോ ആഡ് ചെയ്യാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് ആൻഡ് വീഡിയോസിൽ പോയി ഫോട്ടോ ചൂസ് ചെയ്യാവുന്നതാണ്. മൂവിങ് സ്റ്റാറ്റസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു, എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാമെന്ന്. നമുക്കിതിൽ റൊട്ടേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സൂം ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയി അതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആദ്യം കാണുന്നത് മൂവിങ്, രണ്ടാമത് കാണുന്ന റൊട്ടേഷൻ, മൂന്നാമത് കാണുന്ന സൂം. ഇത് മൂന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ നോക്കുന്നത്.
ഞാനിവിടെ ഫോട്ടോ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഫോട്ടോ നമുക്ക് ഏറ്റവും ടോപ്പ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും 2 കീ ബട്ടൺ ആഡ് ചെയ്യാം. അതിനുശേഷം അവസാന ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അടുത്ത ഫോട്ടോ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എങ്ങോട്ടാണോ മൂവ് ചെയ്യിപ്പിക്കേണ്ടത് അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാവുന്നതാണ്. നമ്മുടെ മൂവിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റിനനുസരിച്ച് ഒരു ഫ്ലാഷ് എഫക്റ്റ് എങ്ങനെ കൊടുക്കാമെന്നാണ്. നമ്മുടെ മൂവിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റിനനുസരിച്ച് ഒരു ഫ്ലാഷ് എഫക്റ്റ് എങ്ങനെ കൊടുക്കാമെന്നാണ്. അതിനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം കാണുന്ന ഷേപ്പ് ഓപ്ഷനിൽ ഒരു റെക്റ്റാങ്കിൾ തിരഞ്ഞെടുക്കാം. ഇതിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കളർ ആൻഡ് ഫിൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു വൈറ്റ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് എഫക്റ്റ് ഓപ്ഷനിൽ പോയി ആഡ് ഇഫക്റ്റിൽ ഏറ്റവും അവസാനത്തേക്ക് സ്ക്രോൾ ചെയ്യുക. അതിൽ ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി എന്ന കാറ്റഗറി കാണും. അതിൽ ആദ്യം കാണുന്ന ബ്ലിങ്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇതിൽ നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റി നമുക്ക് മറ്റൊരു കളർ വെക്കണമെങ്കിൽ കളർ ആൻഡ് ഫിൽ ഓപ്ഷനിൽ പോയി നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് ടോപ്പിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ എക്സ്പോർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.